ഹായ് ഹലോ വണക്കം, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കുച്ചൂസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. വേറൊന്നുമല്ല, ചെറിയ രീതിയിൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് എപ്പോഴും ഇഷ്ടം മറ്റുള്ളവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുക, സർപ്രൈസ് കൊടുക്കുക, അതൊക്കെയാണ് കേട്ടോ. അപ്പം എൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ല, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല എന്ന് സാരം. അപ്പം ഇന്നത്തെ ദിവസമെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോഴാണ് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ സെൽഫ് വ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സെൽഫ് കെയറും അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലേ. പണ്ടൊന്നും എനിക്ക് ഈ പറഞ്ഞ സാധനം തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ എനിക്കിഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് തന്നെ പറയുമായിരുന്നു. പിന്നെ എപ്പോഴോ വളർച്ചയുടെ ഏതോ ഒരു ഘട്ടത്തിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടവും ഒരു റെസ്പെക്റ്റ് ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും. എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള ടൈമും ഒക്കെ കുറവായതുകൊണ്ട് ഒന്നിനും നിൽക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ത്രെഡിങ് ആണ്. ത്രെഡിങ് ഞാനിപ്പോൾ അധികവും വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഫേഷ്യൽ ലെയർ ഒക്കെ നേരത്തെ കളയുമായിരുന്നു, പക്ഷെ ഇപ്പം നിർത്തി. എനിക്ക് എന്തോ ഒരു അപാകത ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പഞ്ചസാരയും തക്കാളിയും കൂടിയിട്ട് തേച്ചതാണ്. ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പഞ്ചസാര നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ ഒട്ടുമല്ലോ, നല്ല രസമുണ്ടായിരുന്നു. ഒരു ഒരു ഗ്ലോ എന്നൊക്കെ പറയാൻ പറ്റില്ല, ഒരു ഗ്ലേസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫേസിൽ. അത് പഞ്ചസാരയുടെയാണ്, അത് വേറെ കാര്യം. പിന്നെ ഇത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. മുൾട്ടാണി മിട്ടിയിൽ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്കിന്നിന് പാലാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ റോസ് വാട്ടറും തൈരൊക്കെ ഒഴിച്ചിട്ട് ഓരോരുത്തർ തേക്കാറുണ്ട്. എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അപ്പം ഞാൻ അധികവും പാൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ. എപ്പോഴും ഞാൻ ഇതുപോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ, ഓരോ തവണ ഓരോ പോലെ ആയിരിക്കും. പക്ഷെ യൂസ് ചെയ്യുന്നത് മുൾട്ടാണി മിട്ടിയും പാലൊക്കെ തന്നെ ആയിരിക്കും. സ്ക്രബ് ചെയ്യാൻ കോഫി പൗഡറൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. അതും എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഇന്നെന്തോ എനിക്ക് മൂഡ് കോഫി പൗഡറിലേക്ക് പോയില്ല, തക്കാളിയിലോട്ടാണ് പോയത്. അപ്പം അത് തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുപോലെ ഒരു കുഞ്ഞ് സർപ്രൈസ് എനിക്ക് രാത്രി 12 മണിയാകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞ് ക്ലിപ്പിംഗ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അത് കണ്ടിട്ട് അപ്പോഴേക്കും ഞാനൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ആ ഒരു കുഞ്ഞ് സർപ്രൈസ് അല്ല, എനിക്ക് വലിയ സർപ്രൈസ് തന്നെയാണത്. പിന്നെ ഞാൻ സർപ്രൈസ് ആയോ എന്ന് ചോദിച്ചാൽ ഒഫ്കോഴ്സ് ആയിട്ടുണ്ട്. കാരണം ഞാൻ കുഞ്ഞിനെ ഉറക്കാൻ കയറിയ സമയത്ത് ഒപ്പിച്ച പരിപാടിയാണ്. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവളെ ഉറക്കിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് മയങ്ങി, അതായത് ഉറക്കത്തിലോട്ട് വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന് ലൈറ്റ് ഇട്ട് ഓട്ടോമാറ്റിക്കലി ആരായാലും കണ്ണു തുറന്നു പോകുമല്ലോ. പുള്ളി ഉദ്ദേശിച്ചത് എന്നെ വന്ന് എണീപ്പിക്കുന്നു, ഞാൻ എക്സൈറ്റഡ് ആവുന്നു എന്നൊക്കെയാണ്. അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഉണ്ടാവില്ലേ, കാണുമ്പോൾ ഒരു വൃത്തിമനയൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പിന്നെ ഇനി എന്താ, ഇനി ഫുഡ് കഴിക്കുക, കുറച്ചു നേരം ചുമ്മാ ഇരിക്കുക. ഈവനിങ് ആയാൽ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കല്ല, മറ്റുള്ളവർക്കാണ് കേട്ടോ, എൻ്റെ ചുറ്റിലുള്ളവർക്കാണ്. വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ വേറെ ഏതോ ദിവസമാണെന്ന് ഒരു എന്താ പറയാ, ഒരു അശരീതി എവിടെയോ മുഴങ്ങി കേട്ടു. അത് എല്ലാവരും വിശ്വസിച്ചു. ഈവനിങ് ആയപ്പോൾ ഞാൻ ആ നഗ്ന സത്യം എല്ലാവരും അറിഞ്ഞത്, എല്ലാവരും നല്ല കുറച്ച് പേര് അറിഞ്ഞത്. എനിവേ എനിക്ക് കുറേ വിഷസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. അപ്പം എൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അതേപോലെ സബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സെൽഫ് ലവ്
ആരും വിട്ടുകൊടുക്കരുത് കേട്ടോ. ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത്. നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് തുടങ്ങാത്തവര് എന്നാലേ നമുക്ക് മറ്റുള്ളവരെയും ചുറ്റുപാടും ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.